ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തെ തണുപ്പിക്കാനും ഒപ്പം ഷുഗർ ലെവൽ നോർമലാക്കാനും വണ്ണം വയ്ക്കും എന്ന പേടിയില്ലാതെ കഴിക്കാം മുത്താറിക്കൂഴ്. നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കത്തിനായി വയറിൻ്റെ ആരോഗ്യത്തിന് നല്ല ബാക്ടീരിയകളെ കൊടുക്കാം. ഒരു മൺകലം ദാ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരണം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വെള്ളം ദാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് സ്പൗട്ടഡ് റാഗി പൗഡറാണ്. ഇനി നമ്മളിതാ ഒരു തവി എടുത്തിട്ട് അതിൻ്റെ മൂട് ഭാഗം കൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളുടെ റാഗിപ്പൊടി പെട്ടെന്ന് തന്നെ കട്ടയാവുന്നുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ വെള്ളം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. നല്ല ചൂടുണ്ടേ. ഇത് നന്നായിട്ട് ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ശരിക്കും നല്ലപോലെ പറ്റി കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ അടച്ചു വയ്ക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. നിങ്ങൾ സാധാരണ പാത്രങ്ങൾ, അതായത് നമ്മുടെ സ്റ്റീൽ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 2.5 കപ്പ് വെള്ളം എടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് മൺകലമായതുകൊണ്ട് തന്നെ ഇതിന് നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ചെയ്യുക. ബാക്കി ഇതിൻ്റെ അകത്തിരുന്ന് ആ ചൂട് കൊണ്ട് ഇതങ്ങ് കുക്കായിക്കോളും. താത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുത്ത് എടുക്കണം. ഇതാ നമ്മളുടെ റാഗി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. ഇത് പെട്ടെന്ന് നമ്മളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോൾസോ എങ്ങനെ വേണേലും ആക്കിയെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഷേപ്പൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഇതാ വേറൊരു ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കലത്തിൻ്റെ വട്ടം കുറച്ച് കുറവായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ദാ ഈ ഒരു ചെറിയ ചട്ടിയിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് ഉരുട്ടി മാറ്റിയിടുന്നത്. ഒത്തിരി വലിപ്പം കൂട്ടാതെ ഇതാ ഇത്രയും എടുത്ത് ചെറുതായിട്ട് വേണം നമ്മൾ ബോൾസൊക്കെ ആക്കി എടുക്കാൻ. ബാക്കിയുള്ളത് ഞാൻ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതാ എനിക്ക് ഈ 2 കപ്പ് റാഗിയിൽ കുറച്ചിവിടെ ബാക്കി വന്നിട്ടുണ്ട്. ഈ ഒരളവിൽ എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാവുന്നതാണ്. ബാക്കി വന്നത് ആ റാഗി ഞാനിവിടെ നമ്മളെ റാഗി മുദ്ദ പോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയൊക്കെ സ്പെഷ്യൽ ഐറ്റമാണിത്. ഇത് നോൺ വെജ് ഐറ്റംസിൻ്റെ കൂടെ, എന്തിനും നമ്മളുടെ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ തന്നെ വളരെ ടേസ്റ്റിയാണ്. ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ് റാഗി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. നമ്മൾക്ക് വേണ്ടത് ഒരു പിടി ചെറിയ ഉള്ളിയാണ്. ഒപ്പം തന്നെ എരിവിനായിട്ട് കുറച്ച് കാന്താരിയും കൂടെ വേണം. കാന്താരി എന്താ ഈ കളറെന്നല്ലേ, ഇത് ഉപ്പിലിട്ട് വെച്ച കാന്താരിയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് 1 വർഷമായ കാന്താരിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫ്രഷായിട്ട് കിട്ടുന്ന കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എന്താ കലം മാറിയത് കൊണ്ട് കുറച്ച് വെള്ളം ഈ കലത്തിലോട്ട് ഒഴിച്ചിട്ട് ആ കലത്തിൽ പറ്റിപ്പിച്ചിരിക്കുന്ന മുത്താറിയും കൂടെ ഇതിലേക്കൊന്ന് ചുറ്റിച്ച് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ ആ സെയിം പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന മുത്താറിയുടെ ബോൾസോ എന്താ ഷേപ്പിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ വേണം വെള്ളം ഒഴിക്കാൻ. എനിക്കിവിടെ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മളെപ്പോഴും അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ. ഇത് നമ്മളുടെ പഴങ്കഞ്ഞിയുടെ വേറൊരു വേർഷനാണ് കേട്ടോ. പഴങ്കഞ്ഞി കുടിച്ചാൽ എല്ലാവരും വണ്ണം വെക്കുമെന്ന് കരുതി കൂടുതൽ ആൾക്കാരും അത് കുടിക്കാറില്ല. പക്ഷേ അത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് വളരെ ഏറെയാണ്. ഇനി ഞാൻ ദാ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണേലും നല്ല വലിപ്പമുണ്ട് ഉള്ളിക്ക്. ഇനി ഇതാ 3-4 കാന്താരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളിതൊരു 8 മുതൽ 10 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇത് ഫെർമെൻ്റ് ആകാൻ മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. ഞാൻ ദാ ഇവിടെ ഓവർനൈറ്റാണ് ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ബാക്കി വെച്ചത് ആ റാഗി മുദ്ദ, ഇതാണ് കേട്ടോ എൻ്റെ ഡിന്നർ. കൂടി ഞാൻ എടുത്തിരിക്കുന്നത് സോയാ ചങ്ക്സിൻ്റെ മസാലക്കറിയാണ്.
എപ്പോഴും വണ്ണം കുറയ്ക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 7 മണിക്ക് മുമ്പ് ഡിന്നർ കഴിക്കണം. ഇതാ പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മളുടെ റാഗി മുത്താറിക്കൂഴ് നല്ലതുപോലെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. അവിടെ ഇവിടത്തെയൊക്കെ നല്ലതുപോലെ ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ റാഗി ഉണ്ടാക്കിയപ്പോഴാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. ഈ വെള്ളത്തിൽ ഉപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതൊരു 1/4 സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ദഹനത്തിന് ഏറെ നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നല്ല കട്ട തൈര് 1 തവിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ കടുമാങ്ങ അച്ചാറാണ്. ഏത് അച്ചാറും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുത്താറിയൊക്കെ കുറച്ചൊന്ന് ഉടച്ചെടുക്കണം. എന്നാൽ നമ്മൾ കുറുക്കുണ്ടാക്കുന്നത് പോലെ അത്രയ്ക്ക് അങ്ങ് ഫുള്ളായിട്ട് മാഷ് ചെയ്തെടുക്കണ്ട. നിങ്ങൾക്കിത് വളരെ ഹെൽത്തിയായ റാഗി അമ്പലി പോലെ കുടിക്കാനാണ് എങ്കിൽ ഇത് നല്ലതുപോലെ ഉടച്ചെടുത്ത് ഒരു ഗ്ലാസ്സിനകത്തെടുത്ത് കുടിക്കാവുന്നതാണ്. ഞാനിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ ആ മുത്താറിയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിരിക്കുന്നത്. റാഗിയിലെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുന്നത് തടയുന്നു. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ ഇത് നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ്. ഇതുപോലെ നമ്മൾ പുളിപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ വയറിന് ആവശ്യമായ നല്ല പ്രോബയോട്ടിക് ബാക്ടീരിയകളെ നമ്മൾക്ക് കിട്ടും. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കുടിക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ വയറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയും ശരീരഭാരം നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കാനും ഇത് സഹായിക്കും. ഇനി ഒരു ആർഭാടത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് തലേദിവസത്തെ കുറച്ച് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.